ഹേ ഗൈസ്, നമ്മളിന്ന് Q&A വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ 2 ദിവസം മുമ്പ് നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് ആ കമന്റ്സിനൊക്കെ ഒന്ന് റിപ്ലൈ കൊടുക്കുക ഗൈസ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. പിന്നെ ഈ വീഡിയോക്ക് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചോ. ലൈക്ക് അടിച്ചേ ഗൈസ്. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ കമന്റ് നമുക്ക് നോക്കിയോക്കാം. വൈറ്റി തുടങ്ങാനുള്ള കാരണം പ്ലേസ് വൈറ്റി റവന്യൂ. അപ്പോൾ ഈ വൈറ്റി റവന്യൂ നമ്മളിപ്പോൾ പറയുന്നില്ല, അത് വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് നമ്മൾ പറയാം. അപ്പോൾ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ബ്രോ. നമ്മളൊരു ക്രേസിന് തുടങ്ങി. ഇപ്പോൾ തുടങ്ങിയെന്ന് വെച്ചിട്ട് ഒരു 20-10 ചാനലാണ് ഉണ്ടാവും എനിക്ക്. അപ്പോൾ അങ്ങനെ ലാസ്റ്റത്തെ ഒരു ചാനലാണ് നമ്മൾ ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ലാസ്റ്റുള്ള ചാനൽ വെച്ചാൽ ഈ ഒരു ചാനലും പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനലാണ്. അപ്പോൾ സബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ മാക്സിമം ആ ചാനൽ സബ് ചെയ്യുക. പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മൾ തൃശ്ശൂരാണ്. തൃശ്ശൂർ കുന്നംകുളം അറിയണവർക്കറിയാം. ഞാൻ കൂടുതൽ പറയുന്നൊന്നുമില്ല, നിങ്ങൾക്ക് എൻ്റെ ലൊക്കേഷൻ അറിഞ്ഞിട്ട് വരാനൊന്നും പോകില്ലല്ലോ. തൃശ്ശൂർ കുന്നംകുളം ആ ഭാഗത്തൊക്കെയായിട്ടാണ് നമ്മുടെ വീട് വരുന്നത്. അപ്പോൾ ഈ ഒരു കമന്റ് ഇത്ര ഉള്ളൂ. നമുക്ക് അടുത്ത കമന്റ് വെക്കാം. പ്ലേസ് ഇത് ഞാൻ പറഞ്ഞതാണ്, എന്നാലും ഞാൻ അവരെ കമന്റ് ഒക്കെ ഇതിൽ ഇടുന്നത് അവരെ കമന്റ് ചെയ്തല്ലോ. അവരെ കമന്റ് ഇതിൽ വന്നോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. ഇവിടെ ഫേവറേറ്റ് കളറും അങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ കുറെ കളർ ഉണ്ട്. റെഡ്, ഗ്രീന്, ബ്ലാക്ക്, ബ്ലൂ അങ്ങനെ പറയാനെന്ന് ഞാൻ എല്ലാ കളറും ഇഷ്ടമെന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു കളർ ഇല്ല. അടുത്ത കമന്റ് ഡിവൈസ് ഏതാ, റാം, സ്റ്റോറേജ് ഇതൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. പ്രോസസർ എന്ന് പറയുന്നത് 2.3 ഒക്ടോകോർ എന്നിട്ടുള്ളൊരു വേർഷൻ ആണ്. നമ്മളെ റാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 GB റാം ആണ്. അപ്പൊ നമ്മളെ ആൻഡ്രോയിഡ് വേർഷൻ 12 ആണ്. സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ 32 GB ആണ്. പറഞ്ഞ പോലെ ഞാൻ ഫോണിന്റെ പേര് പറഞ്ഞില്ല. ഫോണിന്റെ പേര് എന്ന് പറയുമ്പോൾ വിവോ Y01 എന്നാണ്. വലിയ പേരാണ്, അവസ്ഥ അറിയണതല്ലേ, ഇതിനുള്ളിൽ ഇരിക്കണത് കൂൾ ഐറ്റംസ്. നെക്സ്റ്റ് കമന്റ് എന്ന് പറയുമ്പോൾ ഫേവറേറ്റ് യൂട്യൂബർ. ഇത് വലിയൊരു കമന്റ് ആണ്. നമുക്ക് നോക്കിയൊക്കെ ഫേവറേറ്റ് യൂട്യൂബർ, ഫേവ് ഗെയിം, ഫേവ് ഫുട്ബോൾ പ്ലെയർ, ഫേവ് മൂവി. അപ്പൊ ഫേവറേറ്റ് യൂട്യൂബർ ആരാന്ന് പറയുമ്പോൾ നമ്മളെ നോബ് മാസ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും 5 lakh സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ഉണ്ട്. നോബ് മാസ്റ്റർ മാത്രമല്ല കുറെ യൂട്യൂബർ ഉണ്ട്, എന്നാലും എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബർ എന്ന് പറയുമ്പോൾ നോബ് മാസ്റ്റർ ആണ്. ഫേവറേറ്റ് ഗെയിം എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടം GTA 5 ആണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ PC ലാപ്പ് അതൊന്നും ഇല്ല. നമ്മൾ സെറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ മൊബൈലിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ കളിക്കുന്ന ഗെയിം എന്ന് പറയുമ്പോൾ ഫ്രീ ഫയർ ആണ്. എൻ്റെ ഫേവറേറ്റ് ഗെയിം എന്ന് പറയുന്നത് ഫ്രീ ഫയർ തന്നെയാണ്. അടിപൊളി ഗെയിംസ് ഒക്കെ ഉണ്ട്, എന്നാലും എൻ്റെ ഡിവൈസിന് സപ്പോർട്ടാണ് ഗെയിം എന്ന് പറയുമ്പോൾ ഫ്രീ ഫയർ ആണ്. അപ്പോൾ അതാണ് ഞാൻ കളിക്കുന്നത്. ഇപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ, അതുകൊണ്ട് ഫ്രീ ഫയറിനാവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാവുക. എനിക്ക് PC അല്ലെങ്കിൽ ലാപ്പിലാണെന്നുണ്ടെങ്കിൽ GTA 5 അതിൽ അത്യാവശ്യം ഗെയിം ഉണ്ടാവും ഫേവറേറ്റ്. എന്നാലും എനിക്കൊരു GTA 5 ആണ്. ഞാൻ കുറേ കാലമായിട്ട് കളിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഗെയിം ആയിരുന്നു. അത് നമ്മൾ മൊബൈലിൽ കളിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഏതോ കാലത്ത് ഇട്ടിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കിട്ടും. PC-യിലാണെന്നുണ്ടെങ്കിൽ GTA 5, ഫോണിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഗെയിംസ് ഒക്കെ ഉണ്ട്. എന്നാലും ഫ്രീ ഫയർ ഞാൻ പറയുന്നു. ഫേവറേറ്റ് യൂട്യൂബർ ഞാൻ പറഞ്ഞു. എൻ്റെ റിയൽ നെയിം എന്ന് പറയുമ്പോൾ ഈ ചാനലിനുള്ള പേര് തന്നെയാണ്. ഈ എന്റർടൈൻമെന്റ്സ് ഇത് മാറ്റിയാൽ ഫജാസ്, അതാണ് എൻ്റെ റിയൽ നെയിം. കുറെ പേരെ എന്നോട് ചോദിക്കുന്നു വൈറ്റി റവന്യൂ. ഇത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്തായാലും ഇപ്പൊ ഞാൻ കാണിക്കുന്നില്ല. നമുക്ക് അടുത്ത കമന്റ് നോക്കാം. ഇത് എന്ന് പറയുമ്പോൾ PC ഒരു മൊബൈല്. PC ഇല്ലെങ്കിൽ എടുക്കുമോ എന്നാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ മൊബൈലാണ്, PC ഇല്ല, ലാപ്പും ഇല്ല. അപ്പൊ PC ഇല്ലെങ്കിൽ എടുക്കുമോ എന്ന് വെച്ചാൽ ഒരു ലാപ്പ് എന്ന് പറയുമ്പോൾ 50,000 രൂപയാണ് ഒരു നല്ലൊരു ഗെയിമിംഗ് ലാപ്പ് കിട്ടണമെങ്കിൽ. അതേ ബഡ്ജറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു PC സെറ്റാക്കാൻ നമ്മളെ കയ്യില്ല. അതിന് ലോ ബഡ്ജറ്റ് ഉണ്ട്, 20,000 രൂപ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു PC സെറ്റാക്കാം. പക്ഷെ അതാ ഗെയിമിംഗ് ലാപ്പിന് അത്ര പെർഫോമൻസ് കിട്ടും തോന്നുന്നില്ല. കുറെ വലിയൊരു മോണിറ്ററും അതിന്റെ PC-യും പിന്നെ അതും വെച്ച് സ്പേസ് കളയാന്നല്ലാണ്ട് അത് ക്യാഷിന് വെറുത്തല്ല സംഭവം. അതിന്റെ ഒരു ഇതുണ്ട്, ഒരു സ്പെക്കുകൾ അനുസരിച്ചാണ്. ഇപ്പൊ നമ്മൾ 50,000 രൂപ കൊടുത്തിട്ട് ഗെയിമിംഗ് ലാപ്പ് എടുത്ത് 55,000 മുതൽ സ്റ്റാർട്ടിങ് തോന്നുന്നു. 50,000 രൂപ കൊടുത്തിട്ട് ലാപ്പ് എടുത്ത് ആ ലാപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു GTA 5 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗെയിം നമുക്ക് കളിക്കാം. 50,000-ന് മേലേക്ക് പോകും ഒരു ഗെയിമിംഗ് ലാപ്പിന്. അതൊരു ആവറേജ് വില എന്ന് പറയുമ്പോൾ 50,000 ആണ്. ഇനിയിപ്പോൾ അതേ റേറ്റിന് നമുക്കൊരു PC സെറ്റാക്കാൻ പറ്റില്ല. അതിന് മേലേക്കാണെങ്കിൽ ഒരു PC സെറ്റാക്കാനുള്ള റേറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ യൂട്യൂബിൽ നിന്ന് കൃത്യമായിട്ടൊന്ന് ഫണ്ട് സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ PC അല്ല PC അല്ല ലാപ്പല്ല, അതിനപ്പുറമുള്ള നമ്മൾ സെറ്റാക്കും. അപ്പോൾ നമ്മളുടെ ഈ ബ്രോയിൻ ചോദിച്ചിട്ടുള്ളത് വൈറ്റിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ടുണ്ടോന്നാണ്. ഞാനത് പറഞ്ഞ് നീട്ടുന്നില്ല. സംഭവം നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ചേഴ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാം. അത് മോണിറ്റൈസേഷൻ ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ അപ്പോൾ തന്നെ ക്യാഷ് കിട്ടില്ല. നമുക്ക് വാച്ച് പേജ് ആഡ്സ് ഒക്കെ ഓൺ ആക്കിയിട്ട് ഷോർട്സ് ഫീഡ് ആഡ്സ് ഒക്കെ ഓൺ ആക്കിയിട്ട് അങ്ങനെ നമുക്ക് ഡോളർ കിട്ടും. അപ്പോൾ ആ ഡോളറൊക്കെ കൂട്ടിച്ചിട്ട് ഒരു $100 കംപ്ലീറ്റിംഗ് ഒരു ചലഞ്ച് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡോളർ കംപ്ലീറ്റ് ആയെങ്കിലേ നമുക്ക് ക്യാഷ് കിട്ടുള്ളൂ. എൻ്റെ ഡോളർ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. ഏതാണ്ട് 90 ഇവിടെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അത്ര ആയിട്ടുള്ള എൻ്റെ ഡോളർ. അപ്പോൾ ഇനിയും കുറച്ച് ഡോളറിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടെ. 30 റുപ്പീസ് തൊട്ടിട്ടാണ് മെമ്പർഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ആവുന്നത്. ഇപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ സൂപ്പർ ചാറ്റ്, നിങ്ങൾക്ക് ഈ ചാറ്റിന് താഴെ സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കർ അതൊക്കെ ഇട്ട് നമ്മൾ സഹായിക്കാം. നമുക്ക് ഈ ഡോളറിന് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ട് നമുക്ക് അങ്ങോട്ട് കിട്ടും. നിങ്ങൾ ശരിക്കും യൂട്യൂബ് തുടങ്ങാൻ ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. അത് ഇത്തിരി ക്ഷമമുള്ളവർക്ക് ഇത് പറ്റുള്ളൂ. സംഭവം ഒരു വർഷം എങ്ങാനാണ് ഞാൻ ഈ ഡോളർ കൂട്ടിച്ച് ഇപ്പോൾ ഇത് എത്ര ഡോളറേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വേഗം പൈസ ഉണ്ടാക്കാന്നുള്ളവരൊക്കെ ഇതൊന്ന് കണ്ടിട്ട് നോക്കിക്കളി. ഇപ്പോൾ ചാനൽ തുടങ്ങണോണ്ട് സീനൊന്നുമില്ല. നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് ക്ലിക്കാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. അപ്പോൾ അതേപോലെ ഇരിക്കും. അപ്പോൾ ഇതാണ് ഒരവസ്ഥ. അപ്പോൾ ഈ ഒരു ഡോളർ കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഇത് ഇന്ത്യൻ മണിയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല റേറ്റാണ് വരിക. ചിലപ്പോൾ നമുക്ക് $100 കിട്ടണമെന്നില്ല. നമുക്കിപ്പോൾ ഞാൻ ഈ ഷോർട്സിലൂടെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി എനിക്ക് $45 കൂടി ഉണ്ട്.
അപ്പോൾ $1 ഇതിലൂടെ ചേർക്കില്ല. അത് ഈ $100 കംപ്ലീറ്റ് ആയാൽ അതിൻ്റെ കൂടെ ചിലപ്പോൾ അവന്മാർ ഇട്ടുതരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ $145 അങ്ങനെയൊക്കെ ആയിട്ട് ഇത്തിരി കൂടി ഫണ്ട് കൂടിയിട്ട് അവന് കിട്ടുക. അങ്ങനെ തോന്നിയ പോലെ നമുക്ക് ഫണ്ട് കിട്ടുക. അപ്പോൾ അത് നിങ്ങളെ എഫോർട്ട് അനുസരിച്ചിരിക്കും. പിന്നെ ബ്രോ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഗീവ് അവേ ഒന്നും ഇല്ല എന്നാണ്. ഗീവ് അവേ ഒക്കെ ഉണ്ട് ബ്രോ. നമ്മളൊരു മെഗാ ഗീവ് അവേ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ എന്നാണ് 100K അടിക്കുന്നത് അന്നാണ് നമ്മൾ ഗീവ് അവേ കൊടുക്കണത്. എനിക്കൊരു ഉറപ്പില്ല ഗൈസ്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയ പോലെ ഞാൻ ഗീവ് അവേ നടത്താം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഗീവ് അവേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല, അല്ലെങ്കിൽ എനിക്ക് ലാഭം. സംഭവം നമ്മൾ ഈ 2 ഗീവ് അവേ എങ്ങനെയാണ് നമ്മൾ ഈ ചാനൽ നടത്തിയിട്ടുണ്ട്. ആ ഗീവ് അവേയിലൊന്നും ഒരാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ലാഭമായി, നിങ്ങൾക്ക് നഷ്ടമായി. സംഭവം അന്നൊന്നും അധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നില്ല. ഒരു കിടിലം പോലത്തെ ഗീവ് അവേ ഒക്കെ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് ആരും വരാത്തതുകൊണ്ട് എനിക്ക് ലാഭമായി. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, തോന്നിയ പോലെ ഞാൻ ഗീവ് അവേ കൊടുക്കുക. ഒന്നാലേ 100K അടിച്ചിട്ടാവും. ഇപ്പോൾ ഈ വീഡിയോക്ക് ഒരു 30,000 വ്യൂസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗീവ് അവേ നടത്താനുള്ള സബ്സ്ക്രൈബേഴ്സ് ആകും. ഒരു 15,000 സബ്സ്ക്രൈബേഴ്സ് അതിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100K അടിക്കാം. 100K അടിക്കാൻ വെറും 15,000 സബ്സ്ക്രൈബേഴ്സ് മതി. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചിലപ്പോൾ ഞാൻ നേരത്തെ ഇടും ഗീവ് അവേ, അല്ലെങ്കിൽ 100K അടിച്ചിട്ടാവും ഇടുക. അങ്ങനെ തോന്നിയ പോലെ ഞാൻ ഇടാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് നോക്കിയാൽ മതി. പിന്നെ മറ്റേ ബ്രോയുടെ കുറച്ച് കമൻറ്റും കൂടി ഉണ്ടായിരുന്നു. എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുള്ളത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ആവും. ഈ 2 ആപ്പിലാവും ഞാൻ ഏതായാലും ആക്റ്റീവ്. പിന്നെ എഡിറ്റ് ചെയ്യാൻ ക്യാപ് കട്ടൊക്കെ കയറും. അപ്പോൾ നമ്മൾ ഏതായാലും യൂസ് ആക്കുന്നത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ആവും. യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാനും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊക്കെയാണ് ഞാൻ കയറാറ്. നമ്മൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലായിട്ട് ലിങ്ക് ഉണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ബയോയിൽ ചെക്ക് ചെയ്താലും മതി. പിന്നെ നമ്മളെ സെക്കൻഡ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കിട്ടാ. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് 1K എങ്ങനെയും ക്രോസ് ആക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഗീവ് അവേയുടെ കാര്യം പറഞ്ഞല്ലോ. നമ്മളൊരു മെഗാ ഗീവ് അവേയും കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ഞാനിപ്പോൾ ഞാൻ തന്നെ തോന്നിയ സമയത്തേക്കും ഗീവ് അവേയുടെ വീഡിയോസ് ഒക്കെ ഇടാം. ആ സമയത്ത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാവും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ ഈ ബ്രോഡിൽ തന്നെ കുറച്ച് കമൻറ്റും കൂടി ഞാൻ വീഡിയോ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞില്ലെന്ന് മനസ്സിലായത്. ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ എന്ന് പറയുന്നുണ്ട്. ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ എന്ന് പറയുമ്പോൾ നെയ്മറാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, എനിക്കിഷ്ടം നെയ്മറിനെയാണ് ഗൈസ്. പിന്നെ അങ്ങനെ പ്ലേയേഴ്സിന് ഇഷ്ടമില്ല എന്നല്ല, നെയ്മറിനെയാണ് എന്നാലും എനിക്കിഷ്ടം. പിന്നെ ഫേവറേറ്റ് മൂവി എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ മൂവി കാണുന്ന ഒരാളല്ല. അങ്ങനെ മൂവി ഒന്നും ഇല്ല. ഫേവറേറ്റ് ആയിട്ട് എനിക്കൊരു മൂവി ഒന്നും ഇല്ല. അപ്പോൾ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ എന്ന് വെച്ചാൽ നെയ്മറും. ഫേവറേറ്റ് മൂവി എന്ന് പറഞ്ഞാൽ അങ്ങനെ മൂവി ഇല്ല ഗൈസ്. എനിക്കങ്ങനെ ഞാൻ മൂവി അങ്ങനെ കാണാറില്ല. ഞാൻ കണ്ടിട്ടുള്ള മൂവിയിൽ നിന്ന് എനിക്ക് അത്ര ഫേവറേറ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട മൂവി ഒന്നും ഇല്ല. അപ്പോൾ എത്ര കമൻറ്റ്സേ വന്നിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടാം. എനിക്ക് സെക്കൻഡ് പാർട്ടായിട്ട് ഇടാൻ പറ്റുന്ന കമൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും. എന്ത് ചോദ്യമാണെങ്കിൽ ചോദിക്കുക ഗൈസ്, അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇതിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. ഇതിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇതിൽ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കട്ടെ. അല്ലാണ്ട് ഇതിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ കമൻറ്റ് ഇടാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നതല്ല. അപ്പോൾ ഇത്തിരി വെറൈറ്റി കമൻറ്റ്സ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ടുള്ള കമൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടാ. ഗീവ് അവേയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു മെഗാ ഗീവ് അവേ ആണ് നമ്മൾ കൊടുക്കാൻ പോണത്. അത് കിടിലം പോലത്തെ റൂൾ ആയിട്ടാവും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.